റൈറ്റ്. എന്തായാലും സൈബർ തട്ടിപ്പ് സംഘം മലയാളികളെ കാര്യമായി തന്നെ ലക്ഷ്യം വെക്കുന്നു. പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ജനപ്രതിനിധിയായിട്ടുള്ള അൻവർ സാദത്ത് MLA-യുടെ കുടുംബത്തെയാണ് ഇത്തരത്തിൽ പറ്റിക്കാൻ അവർ ശ്രമിച്ചത്. MLA-യുടെ ഭാര്യയെ തട്ടിപ്പ് സംഘം വിളിക്കുകയും അങ്ങനെ മകൾ ലഹരിക്കേസിൽ അറസ്റ്റിലാണ് എന്ന തരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ ആ ഒരു തട്ടിപ്പ് വിജയിച്ചില്ല. നാളെ നിങ്ങളിലേക്കും ഇത്തരത്തിൽ ഫോൺ കോളുകളൊക്കെ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായിരുന്നു സംഭവിച്ചത് എന്നതിന്റെ വിശദാംശങ്ങൾ അൻവർ സാദത്ത് MLA തന്നെ വ്യക്തമാക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്റെ മകൾ എന്റെ വൈഫിന് ഇന്നലെ ഒരു 10:45 സമയത്ത് ഒരു ഫോൺ വരാണ്. ഡൽഹി പോലീസാണെന്നും പറഞ്ഞാണ് ഫോൺ വന്നത്. ഫോൺ വന്ന് എന്നിട്ട് അപ്പൊ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ മകളുടെ പേര് ഇന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ മകളെ എന്താണ് ഡൽഹിയിൽ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സ്ഥലത്ത് പഠിക്കുകയെന്ന് പറഞ്ഞു. അത് ചോദിച്ചിട്ട് നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ വൈഫ് അറിയാവുന്ന രീതിയിൽ ഹിന്ദിയിലൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോഴും വൈഫ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി വൈഫ് ആകെ പാനിക്കായി, വലിയ പ്രയാസമായി. അവള് പിന്നെ ഇവരെന്തോ ഹിന്ദിയിലൊക്കെ പറയണ്ട്. പിന്നെ ആ ഹിന്ദിയിലൊക്കെ പറഞ്ഞപ്പോ അവര് അതിനൊരു മറുപടി ഒന്നും പറയാനുള്ള ഇതുണ്ടല്ലോ. അവളപ്പോ തന്നെ വൈഫ് ഫോണിനപ്പോ തന്നെ കട്ട് ചെയ്ത് എന്നെ വിളിച്ചപ്പോ ഞാനപ്പോ തന്നെ ഇത് എന്താന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് ഇത് എന്താ സംഭവിച്ചെന്ന് ആലോചിച്ചു. ഞാൻ അപ്പൊ തന്നെ മകളെ വിളിച്ചു. ഫോൺ എനിക്ക് അറിഞ്ഞ് അപ്പൊ തന്നെ മകളെ വേഗം കിട്ടി ഫോണില്. അപ്പൊ അവള് പറഞ്ഞു ഞാൻ കോൾ ചെയ്യലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കോൾ ഉണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ വൈഫും വിളിച്ചപ്പോ കൺഫേം ആയി. ഞാൻ അപ്പൊ തന്നെ വേഗം CIക്ക് ഈ വന്ന അവളുടെ DP ഈ പോലീസ് ഓഫീസർ പടങ്ങണ DPയില്. അപ്പൊ അതാണ് ഒരു വിശ്വാസം. അതാണ് വാട്സപ്പ് കോൾ ചെയ്യണേ. അപ്പൊ ആളുകൾക്ക് വിശ്വാസമാവുമല്ലോ, ഒരു നല്ലൊരു ഓഫീസർ പോയി കൊച്ചുള്ള പടമാണ്. എന്നിട്ട് ഞാൻ ഇതൊക്കെ വൈഫിന് അയച്ചു തന്ന് ഞാൻ അപ്പൊ തന്നെ സൈബർ സെല്ലിൽ കൊടുക്കാൻ വേണ്ടി ആലുവ CIക്ക് കൊടുത്തു. അവരപ്പോ സൈബർ സെല്ലിൽ കൊടുത്തു. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞ മകളുടെ ഫോണെങ്ങാനും ആ സമയത്ത് ഓഫ് അറിഞ്ഞ് നമ്മളും ടെൻഷനായി പോയനെ ചിലപ്പോ ഒരു പക്ഷെ. എന്നിട്ട് വേഗം നമ്മള് ഞാനിപ്പോ ഇന്ന് ഹരിശങ്കറാണ് SP. ഇതെന്താ അറിയാല, എന്റെ ഹെഡായിട്ടുള്ള ഹരിശങ്കർ സൈബർ സെല്ലിനെ. ഹരിശങ്കറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് അന്വേഷിച്ചു. കാരണം എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാകണം, നമുക്ക് ഇങ്ങനെ ഉണ്ടായ സംഭവം അവയർനെസ് ഉണ്ടാകണം. രണ്ട്, എന്റെ മകളുടെ പേരെങ്ങനെ ഇവർക്ക് കിട്ടി. പിന്നെ എന്റെ വൈഫിന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി. ഇനി വൈഫിന്റെ ഫോൺ നമ്പർ ഇനി എല്ലാവരും ഫോൺ നമ്പർ കിട്ടാൻ നോക്കാം. എന്റെ മകളുടെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി, അത് ഇത് ചെയ്യണം. അപ്പൊ അതൊക്കെ കുറിച്ച് അന്വേഷിക്കുമെന്ന് ഞാനിപ്പോ SP ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈബർ സെല്ലിന്റെ SP അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അൻവർ സാദത്ത് MLA തന്നെ സംശയം ഉന്നയിക്കുകയാണ് എങ്ങനെയാണ് ഈ ഫോൺ നമ്പറുകളൊക്കെ ലഭിച്ചത് എന്ന്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഇതൊക്കെ ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളിൽ സ്വയം ജാഗ്രത പുലർത്തുക എന്നത് മാത്രമാണ് സാധ്യമാകുന്നതെന്ന്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ടോം കുര്യാക്കോസ് നൽകിയത്.